ബംഗ്ലാദേശും സൗദി അറേബ്യയും UAE പോലും നിരോധിക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്ത മുസ്ലിം ബ്രദർഹുഡിന്റെ സഹോദര സ്ഥാപനമായ ജമാഅത്ത് ഇസ്ലാമിയെ നിർഭാഗ്യവശാൽ ഇന്ത്യൻ ജനാധിപത്യം നെഞ്ചിലേറ്റുകയാണ്. അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് മീഡിയ വൺ മാധ്യമം എന്നീ രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ. അവരുടെ നിലപാടുകൾ മോദിക്കെതിരെ BJPക്കെതിരെ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ദൗർബല്യം അനുഭവിക്കാനാണ്. വാസ്തവത്തിൽ അവരുടെ നിലപാടുകൾ ഭാരതത്തിനെതിരെയായി മാറാറുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന KT ജലീൽ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ട്, മൗദൂദി ചാനലായ മീഡിയ വൺ പുറപ്പെടുവിക്കുന്നത്രയും വിഷം ഈ രാജ്യത്ത് ഒരു വ്യക്തിയും പുറപ്പെടുവിക്കുന്നില്ല എന്ന്. ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊരു പരിപാടിയിലൂടെ C. ദാവൂദ് എന്ന ജമാഅത്ത് ഇസ്ലാമി നേതാവിന്റെ നേതൃത്വത്തിൽ പുറത്തേക്ക് വിടുന്ന വർഗീയ വിഷത്തിന് അതിരുകളൊന്നുമില്ല. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു എന്ന വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ ആ ചാനലിന് സ്വാഭാവികമായും ആദ്യം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരതുകൊണ്ട് ഇങ്ങനെയാണ് തലക്കെട്ട് കൊടുത്തത്: ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം, 27 പേർ കൊല്ലപ്പെട്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ. അതായത് ഭീകരാക്രമണമാണ് എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ല, 27 പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ല. ഇതൊക്കെ മറ്റുള്ളവരുടെ തലയിൽ ചുമത്തിയാണ് അവർ വാർത്ത കൊടുത്തത്. അതിനടിയിൽ മുഴുവൻ മൗദൂദികളുടെ വിളയാട്ടമായിരുന്നു. അവർ ആഹ്ലാദ നൃത്തം ചവിട്ടി. ഭാരതത്തിന്റെ ഒരു സംസ്ഥാനം ആക്രമിക്കപ്പെടുന്നു, നിരപരാധികളായ പല സംസ്ഥാനങ്ങളിലുള്ള 28 പേർ ദാരുണമായി കൊല്ലപ്പെടുന്നു. അപ്പോഴും അവരുടെ വിഷലിപ്തമായ മനസ്സ് ഭീകരർക്ക് അനുകൂലമായിരുന്നു. പിന്നീട് തച്ചിനിരുന്ന മീഡിയ വൺ ആ കമന്റുകളൊക്കെ നീക്കം ചെയ്യുകയും ഹിന്ദുവാണോ എന്ന് ചോദിച്ചു കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൊടുക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതിയും അത് അവരുടെ ആരാധകർ പ്രതികരിച്ച രീതിയും വലിയ തിരിച്ചടിയാവും എന്ന് മാറിയാണ് മീഡിയ വൺ പിന്നീട് ജമ്മു കാശ്മീർ ഭീകരാക്രമണം മുസ്ലിം അല്ലെന്ന് ചോദിച്ചുറപ്പാക്കിയ ശേഷം വെടിയുതിർത്തു ആക്രമണത്തിൽ സൈനിക വേഷത്തിലെന്ന ദൃക്സാക്ഷികൾ എന്ന വാർത്ത പോലും കൊടുക്കേണ്ടി വന്നത്. സാധാരണഗതിക്ക് അത്തരം വാർത്തകൾ മറച്ചു വയ്ക്കുന്ന ഒരു പ്രവണത ഇവർക്കൊക്കെ ഉണ്ട്.